ലഹരി വിമുക്ത കേരളത്തിനായി 102 മണിക്കൂർ ഉപവസിക്കുന്ന മദ്യവിമോചന മഹാസഖ്യം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ E.A. ജോസഫ് സാറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു മദ്യനിരോധന പ്രവർത്തനം തുടങ്ങിയിട്ട് 45 കൊല്ലായി. അതായത് ഞാൻ പ്രീ ഡിഗ്രിക്ക് 1980 സെന്റ് തോമസ് കോളേജ് ചേർന്നപ്പോ തുടങ്ങിയതാണ് മദ്യനിരോധന പ്രവർത്തനം. പക്ഷേ അതിന്റെ ഒരു ആളായി പ്രവർത്തനം തുടങ്ങിയിട്ട് 10-20 കൊല്ലായിട്ടുണ്ടാവുള്ളൂ. മറ്റേതിലുണ്ട് പല പരിപാടിക്ക് പോകും. മന്മഥൻ സാറിന്റെ കാലത്ത് പ്രവർത്തനങ്ങളുണ്ട്. ഇടയ്ക്ക് ഒരു ക്യാമ്പോ ജാഥയോ അല്ലെങ്കിൽ പോകും. ഇപ്പൊ ഞാൻ ഇതിന്റെ ഒരു മെയിൻ ആളായിട്ട് സജീവമായിട്ട് ഇത് മുഖ്യ പരിപാടിയായിട്ട് ഇത് എടുത്തത് ഒരു 15-20 കൊല്ലൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. മറ്റേത് കോൺഗ്രസ് പ്രവർത്തനം, അതിന്റെ ഇടയിൽ കൂടെ പാർട്ടി പ്രവർത്തനം. ഇപ്പൊ പാർട്ടി പ്രവർത്തനം ഇല്ല, ഒറ്റ പ്രവർത്തനം ഇതാണ്. പാർട്ടി പ്രവർത്തനമായിരുന്നു. ഞാൻ KSU സെന്റ് തോമസിൽ KSU യൂത്ത് കോൺഗ്രസ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ്, അങ്ങനെ കുറെ തസ്തികളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. മറ്റു പല സംഘടനകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാം നിർത്തി. സാറിന്റെ വീട് എവിടെയാ? എന്റെ വീട് കുരിയച്ചിറയാണ്. ടൗണിൽ ഇവിടെ അടുത്ത് തന്നെ. വീട്ടില് ഭാര്യ, എനിക്ക് 2 പെൺമക്കളാണ്. 2 പേരും കല്യാണം കഴിഞ്ഞു, അവരൊക്കെ മക്കളൊക്കെ ആയി. അവർക്ക് ഇതുകൊണ്ട് ഇങ്ങനെ പ്രവർത്തനത്തിനായി പോകുന്നോണ്ട് വല്ല വിദ്വേഷമല്ലോ? അവർക്ക് അഭിമാനമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. നല്ല കാര്യം, അഭിമാനം വേണം. അച്ഛനായാലും ഭർത്താവിനും ഇങ്ങനെ ഒരു സമൂഹ സേവനത്തിന് ഇറങ്ങുന്ന അഭിമാനം, അത് ഏറ്റവും നല്ല കാര്യം. ഏറ്റവും പ്രധാനം ഭാര്യമാര് സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഭാര്യമാർ സപ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊരു മാനസികമായിട്ട് പിൻവലിഞ്ഞു പോകുള്ളൂ. അപ്പൊ ആളാ കാര്യത്തില് ആള് വിവാഹത്തിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്നത് കള്ളു കുടിക്കാത്ത ഒരാൾ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷെ വന്നപ്പോ നമ്മൾ ഇതിന്റെ ആളാണ്. അപ്പൊ അതിന് വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. ഞാനൊരു നോവൽ എഴുതി. ആ നോവല് അവസാനം ഗ്ലോറിഫൈ ചെയ്യുന്നത് ഭാര്യനാണ്, അവസാനിപ്പിക്കുകയാണ്. അങ്ങനെയാണ്. കാരണം ആളുടെ പിന്തുണ ഇല്ലെങ്കിൽ ആ മനുഷ്യൻ ഒരാളെ കുറിച്ചാണ് പറഞ്ഞത്, ആളങ്ങനെ എത്തില്ല. അത് നമ്മുടെ ഒരു അനുഭവം കൂടി ചേർത്തിട്ടാണ് അതില്. പല പ്രമുഖരും ഭാര്യയുടെ ഒരു ഉത്സാഹം. ആളെ നിങ്ങൾ കണ്ട ഈ പെണ്ണാന്ന് വിചാരിക്കും. ഒന്നും മിണ്ടില്ല, അവരോട് സംസാരിക്കില്ല. ആളെ എമ്മക്കാരിയൊക്കെയാണ്. പക്ഷെ കാര്യമായിട്ടൊന്നും എനിക്ക് ഡിഗ്രി ഇല്ല. ഞാൻ സെന്റ് തോമസ് കോളേജിലെ പ്രീ ഡിഗ്രിക്ക് ചേർന്നെങ്കിൽ KSU ശക്തിപ്പെടുത്തി, അതിന് ഡിഗ്രി എടുത്തു മാത്രം. തുടർന്നങ്ങട് പഠിച്ചില്ല? ഇല്ല. സംഘടനാ പ്രവർത്തനത്തിൽ എനിക്ക് യൂണിവേഴ്സിറ്റി റാങ്ക് തരുമാണെങ്കിൽ ഒരു പരീക്ഷ വെച്ചാൽ അത്രയും ആ കാര്യത്തില് ഇതൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടു പോണത് അതിന്റെ ബലത്തമ്മിലാണ്. ഈ രൂപത്തിലുള്ള സമരം തുടങ്ങിയത് അത് 2008 തുടങ്ങിയത്. അതായത് ഒരു നിശ്ചിതമായ ഒരു സമരം അല്ലെങ്കിൽ ഒരു മദ്യം നിരോധിക്കപ്പെടണം എന്ന ലക്ഷ്യത്തിലല്ല നമ്മുടെ കേരളത്തിലെ മദ്യനിരോധന സംഘടനകൾ പ്രവർത്തിക്കുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബ്രൂവറി വന്നു, എല്ലാവരും ബ്രൂവറിയുമായി. ബ്രൂവറി വേണ്ടെന്ന് വെച്ചാൽ ആ സമരം അതിൽ കാര്യം ശാശ്വതമായി ഈ നാടിനെ മോചിപ്പിക്കണം എന്ന് വെച്ചിട്ടായിരിക്കണം പ്രവർത്തനം. ആ പ്രവർത്തനം നടക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എത്ര സംഘടനയിൽ പറഞ്ഞാൽ സംഘടന ഞാനിത് വഴക്കാവണുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് അച്ഛൻ വരെ ചെയ്യാൻ ഒരാളുണ്ടെന്ന് അതിനെ തോന്നണം, ജനങ്ങളിൽ അവബോധം ഉണ്ടാവണം. അപ്പൊ എന്ത് വേണം, ഞാൻ വിചാരിച്ചു എല്ലാ കൊല്ലം 6 മണിക്കൂർ വീതം കൂട്ടി ഉപസിച്ച് വരാം. കാരണം ഒരാളെങ്കിലും പെയിൻ എടുക്കാണ്ടും അല്ലെങ്കിൽ ഒരു ജീവൻ കൊടുക്കാണ്ടും ഈ വക പ്രസ്ഥാനം കാര്യമാണ്. അപ്പൊ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഒരു പൊതുകാര്യത്തോട്ട് ഉപസിക്കുകയാണെങ്കിൽ പ്രശസ്തരായിട്ടുള്ള ആള് വേണം ഉപസിക്കാൻ. അപ്പൊ ഞാൻ ഒരു പ്രശസ്തനല്ല, പക്ഷെ എനിക്ക് പ്രശസ്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, കുറേശ്ശെ തുടങ്ങി വെക്കണം. ഞാൻ ഓടി കയറി ഒരു 10 കൊല്ലം ഉപസിക്കുന്ന പറഞ്ഞാൽ ഞാൻ ചത്തുപോകുന്നതിനോട് ഒരാളെ അറിയില്ല. അപ്പൊ ഞാൻ അതന്ന് വിചാരിച്ചു. അന്ന് അയ്യോ മേലായത് മാഷയുടെ സമയമാണ്. മാഷോട് ഞാൻ പറഞ്ഞു, മാഷ എനിക്ക് ഇങ്ങനെ ഒരു ആശയം വരുന്നുണ്ട്, ഓരോ കൊല്ലം 6 മണിക്കൂർ കൂട്ടി ഉപസിച്ച് വരിക. അപ്പോ സ്ഥിരമായി ഈ കാര്യത്തിന് ഞാൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ, ഇന്ന് നടത്തിയ ലീവ് വേണമെങ്കിൽ വേണ്ട, അങ്ങനെ ആവില്ല. ഇത് വേണം. ജനുവരി 30 ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ 6 മണിക്കൂർ ഓരോ കൊല്ലം കൂട്ടി ഉപസിക്കാം. കഴിഞ്ഞ കൊല്ലം 96 മണിക്കൂറായിരുന്നു, ഈ കൊല്ലം 102 മണിക്കൂറായി. ഈ ഉപവാസം തുടങ്ങിയിട്ട് 2008 തൊട്ട് കണ്ടിന്യൂ ആയിട്ട്. കോവിഡ് കാലത്ത് ഒരു കൊല്ലം മുടക്കി. അന്ന് 6 മണിക്കൂർ തന്നെയാണോ? എല്ലാ കൊല്ലം 6 മണിക്കൂർ കൂട്ടാണ്. അന്ന് തുടക്കത്തെ എത്ര ഒരു 6 മണിക്കൂർ. അതുകൊണ്ടൊരു ശാരീരികമായിട്ട് വിഷമതകൾ ആദ്യത്തെ കൊല്ലങ്ങളിൽ 2ാമത്തെ ദിവസമൊക്കെ എത്തുമ്പോഴേക്കും ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. എനിക്ക് ഇത്രയൊന്നും എനർജി ഇല്ല, സംസാരിക്കാനൊന്നും പറ്റില്ല, മിണ്ടാണ്ട് കിടക്കുള്ളൂ. ആ സ്റ്റേജൊക്കെ മാറി.
എനിക്ക് പ്രശ്നമൊന്നുമില്ല. ശരീരം അതിന് യോജിക്കാൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല ആളുകൾ എന്നെ കാണുന്നവര് പറയാ ജോസഫേട്ട വയസ്സും കൂടാണ്, മണിക്കൂറും കൂടാണ്, അപകടമാണ്, നിർത്തുക. ഞാൻ അവരോട് പറയുന്നത് എനിക്ക് ഓരോ കൊല്ലം കഴിയുമ്പോഴും ആരോഗ്യം കൂടാണ്. എനിക്ക് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ യാതൊന്നുമില്ല. 66 വയസ്സ് കഴിഞ്ഞു. അപ്പൊ എനിക്ക് ആരോഗ്യം കൂടുക ചെയ്യണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ യാതൊരു പ്രശ്നമില്ല. ഒരു കാര്യം ഞാൻ വന്ന് ചോദിക്കാൻ കാരണം എന്താണ്, സാറിന്റെ മുഖത്തൊരു തേജസ്സുണ്ട്, ഒരു ക്ഷീണം ഒന്നും ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത് എന്തെങ്കിലും വെള്ളം കഴിച്ചിട്ടുണ്ടോ. കാരണം നമ്മൾ പ്രകൃതിയായിട്ട് നമുക്ക് ഇവിടെ 6 ദിവസത്തെ ഉപവാസം കാര്യങ്ങളൊക്കെ നമ്മള് പങ്കെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം കുറെ സാങ്കേതിക പ്രശ്നങ്ങൾ, ജോലിയുടെ പ്രശ്നമൊക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ 2-3-4 കൊല്ലങ്ങളിൽ എനിക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും, രണ്ടാമത്തെ ദിവസമൊക്കെ വരുമ്പോഴേക്കും വയ്യ. ആകെ കൂടി ഉഷാറിനാവ് അവസാനിക്കുന്ന ആ ദിവസം കാലത്തോട്ട് ഭയങ്കര ഉഷാറാ. ബാനറൊക്കെ ഞാൻ അഴിക്കാൻ നിൽക്കുക. അപ്പൊ ആൾക്കാർ എനിക്ക് ഇയാൾ ഇത്ര സൂപ്പർല്ലേ, ഭയങ്കര ആവേശം. അത് ശരീരം നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഊർജ്ജസ്വലത അവസാനിക്കുകയാണെന്നുള്ള ഒരു ചിന്ത ശരീരം എനർജറ്റിക് ആക്കി കൊടുക്കാൻ തോന്നുന്നു. മാനസികമാണ്. അതാ മാനസികം തന്നെ. നമ്മളിപ്പോ ഒരു ദിവസം ഉപസിക്കണുള്ളെന്നുണ്ടെങ്കിൽ ഒരു 5 മണിയാകുമ്പോഴേക്കും കഴിയണില്ലോ എന്ന് തോന്നും. ഇതിനങ്ങനെ തോന്നലില്ലല്ലോ. എന്തായാലും 1-2 മണിക്കൂറായിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കൊന്നും ആദ്യത്തെ ദിവസം ഒരു ചിന്തയില്ലേ, അവസാനിക്കുന്നവരൊക്കെ എന്തായാലും വേണം. അങ്ങനെയാണ് ഇതിന്റെ മഹാസഖ്യം സംഘടനയല്ല, അതൊരു സംഘടനയാണ്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഈ പേര് ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയത്. 24 എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ മനുഷ്യന്റെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹമാണ് എന്നെ മദ്യനിരോധന സമിതിക്ക് കൊണ്ടുവന്നത്. അന്ന് ഞാൻ മദ്യനിരോധന സമിതിയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ വേറൊരു മനുഷ്യനായി പോയത്. ചിലപ്പോ കള്ളുപിടിച്ച് നശിക്കുന്ന മനുഷ്യനോ. അല്ല, സാറിന്റെ നിയോഗിതിരിക്കാണ്, അതുകൊണ്ട് ഈ വഴിക്ക് എന്തായാലും വരും. അല്ല, അതിനൊരു കാരണക്കാരൻ അദ്ദേഹം. ഞാൻ അതായത് എന്റെ അപ്പൻ നല്ല കള്ളുകുടീനാണ്. അപ്പോ ഞാൻ സെന്റ് തോമസില് ഭയങ്കര നേതാവാ. വീട്ടിൽ വരുമ്പോ അപ്പൻ കള്ളുകുടിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പൊ എനിക്ക് ഭയങ്കര നിരാശയൊക്കെ തോന്നിയിട്ട് അപ്പനെ രക്ഷിക്കണം, കള്ളുകുടിന്ന് അപ്പനെ മോചിക്കണം, ഇതിനെതിരെ പ്രവർത്തിക്കണം, അങ്ങനെ ഒരു തോന്നലുണ്ടായി. ഞാൻ എന്റെ കുരിയേച്ചിറ ഒരു 5-10 പിള്ളേരൊക്കെ സംഘടിപ്പിച്ചിട്ട് ഒരു ദിവസം ഒരു ഉപവാസം വെച്ചു. ഉപവാസത്തിന്റെ അവസാനത്തില് വിദ്യാഭ്യാസ കാലഘട്ടം ഞാൻ പഠിക്കുന്ന പ്രീ ഡിഗ്രി പഠിക്കുമ്പോ 80-ല്. അപ്പൊ ഇദ്ദേഹം വന്നിട്ട് അവസാനം എന്റെ പുറത്ത് കേട്ടിട്ട്, ഇയാളാണ് ജോസഫ്? അതെ, ഞാൻ ടി.ഒ. ജോർജ്, മദ്യനിരോധന സമിതി ജില്ലാ സെക്രട്ടറി. അടുത്ത ശനിയാഴ്ച സെന്റ് തോമസ് കോളേജിൽ മീറ്റിംഗ് ഉണ്ട്, അതിന് വരാൻ പറ്റുമോ ചോദിച്ചു. ഞാനിത് അന്വേഷിച്ചു നടക്കാണ് ഒരാളെ കിട്ടാൻ വേണ്ടിട്ട്, അങ്ങനത്തെ ഒരു പ്രസ്ഥാനം കിട്ടാൻ. അങ്ങനെ ഞാൻ അതിൽ ചേർന്ന അന്നോട്ട്. അപ്പൊ ഞാനിപ്പോ നോവൽ എന്ന് പറയുന്നത്, ഞാൻ ആ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ജോർജേട്ടൻ അടക്കമുള്ള പൂർവ്വകാല മദ്യനിരോധന സമിതിക്കാർക്കാണ്. എനിക്ക് ആ ചിന്തകള്, ഒരു ഗാന്ധിയൻ രീതി, ജീവിതത്തിന് അടുക്കും ചിട്ട ഒക്കെ വന്നത് ആ സമിതിയിൽ വന്നത് കൊണ്ടാണ്. പിന്നെ ഒരു കാര്യം തെറ്റാൻ ചെറിയത്, സാറെപ്പോഴും മദ്യം രുചിച്ച് നോക്കി. ഒരു 86 ആ സമയത്ത് മദ്യനിരോധന പ്രവർത്തനത്തിലൊക്കെ ആയാലും ഉണ്ടെങ്കിൽ ഞാനൊരു തീഷ്ണതയുള്ള ആളല്ല. ആയിട്ടില്ല. അതിന് കൂടെ കൊടുക്കണം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ കൂട്ടുകാരന്മാരും കൂടിയിട്ട് ഒരു കെട്ടിടത്തിന്റെ ഇവിടെ ഇരിക്കുമ്പോ അവരും കൂടി പറഞ്ഞു, ഇതൊരു ബാക്ക് പൈപ്പർ എന്ന് പറഞ്ഞ ഒരു മദ്യമാണ്, നല്ല സുഖം അത് കുടിച്ചാലും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ മദ്യനിരോധനക്കാരനാണ്, എന്നാലും ശരി നോക്കട്ടെ എന്നിട്ട് ലേശം കഴിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോ ഒരു ലേശം തന്നെ ചെറിയൊരു കിക്കൊക്കെ തോന്നി, അത്രേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അത് പെട്ടുപോയെന്ന്. അതായത് ഈ സംഘടനക്കാരൊക്കെ കൂടിയിട്ട് അവരുടെ ആഘോഷങ്ങളൊക്കെ വരുമ്പോ എല്ലാവർക്കും മദ്യ ഗ്ലാസ് വെക്കും. അപ്പൊ ഞാൻ പറയും, എനിക്ക് വേണ്ട, ഞാൻ മദ്യനിരോധനത്തിൽ അംഗത്തൊക്കെ എടുത്ത ഒരാളാണ്, അതൊക്കെ നീ പുറത്ത് പറഞ്ഞാൽ മതി, ഇവിടെ വരുമ്പോ നമ്മൾ ഒന്നാണ്, നീ കഴിക്കണം. ശരിയാവില്ല, ഞാൻ കഴിക്കില്ല, അതൊരു ആദർശമില്ലായ്മല്ല എന്നൊക്കെ പറഞ്ഞ ആളാണ്. അപ്പൊ അന്നൊക്കെ പറയുമ്പോ ഓരോരുത്തരും പല ഇതിലും നിർബന്ധിക്കും, ഞാൻ പറ്റില്ല പറയും. അവസാനം അതാണ് എന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തത്. ഒരുത്തൻ പറയണം, നിങ്ങൾ ജോസഫിനൊന്നും കൊടുക്കണ്ട, അവനൊന്നൊരു ആണായിട്ടില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവന്റെ അനിയന്മാരൊക്കെ ഇങ്ങനെ പിടിപ്പെടുത്തണ ആണല്ലെന്ന് പറയുന്നത്, നീ കുപ്പി എടുക്കുന്നു പറയില്ലേ. അതിന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയും നേരം ഇത്രയും പേര് എന്നെ നിർബന്ധിച്ച് ഞാൻ വീണില്ലേ, നിങ്ങൾ കുപ്പി കണ്ടപ്പോഴേക്കും എല്ലാവരും എനിക്ക് കിട്ടി പറഞ്ഞു, ഇതിൽ ആരാണ് എന്ന് ചോദിക്കാൻ എനിക്ക് പറ്റി. അത് ഞാൻ എല്ലാ പ്രസംഗത്തിലും എല്ലാവരും പറയും. കാരണം നമുക്ക് അത് വേണ്ടെന്നുള്ള തീരുമാനം എടുക്കാൻ ശക്തി മാനസികമായിട്ടുണ്ട്. അല്ലെ, ഇവര് നമ്മുടെ ഇവനൊരു ഗഡ്സിലടാ, ഇവനെന്തിനാ ആണല്ലടാ എന്ന് പറയുമ്പോൾ പിള്ളേര് ഗഡ്സൽ എന്ന് പറയണം, നീ കുപ്പി എടുക്കുന്നു പറയും. അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഞാൻ മദ്യനിരോധന ചേർന്നോണ്ടാ. അല്ല, ഞാൻ ആ സമിതിയിൽ ഇല്ലെങ്കിൽ എനിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ കുട്ടികളോട് പറയാം, നിങ്ങൾ മാതാപിതാക്കളൊക്കെ ചെയ്യേണ്ടത് കുട്ടികളെ ഈ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ പങ്കെടുപ്പിക്കുക, അവരതിന്റെ ആളാന്നൊക്കെ. അപ്പൊ പിന്നെ അവരതിൽ പോവില്ല. ഇത് പോയി ഇവർക്ക് ട്യൂഷന് വിടണം, പഠിക്കാൻ നോക്ക്. പകരം അമ്മനെ തല്ലിക്കൊല്ലാണ് ആൾക്കാര്. അല്ല, ഇവർക്ക് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാവണില്ല കുട്ടികൾക്ക്. അതൊന്നുമില്ല. അത് ഓരോ വർഷം സാമൂഹിക പ്രതിബദ്ധത കുറഞ്ഞു വരിക. അപ്പൊ അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കുട്ടികളെ ഇങ്ങനത്തെ അവരിലും മുൻ തലമുറ അതേപോലെ അവരിലും ഈ ചിന്താഗതി കുറവാണ്.
ഉണ്ടെങ്കിൽ അവർ മക്കളെ അതേപോലെ വളർത്തുന്നു. അപ്പൊ ഈ മദ്യവിമോചന മഹാസഖ്യം ഉണ്ടാവാൻ കാരണം ഞാനൊരു കേരള മദ്യ നിരോധന സമിതിയിലാണല്ലോ വന്നത്. തുടക്കം അങ്ങനെ വന്നപ്പോൾ ഞാൻ സംസ്ഥാന സെക്രട്ടറി. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നാൽ അത് അപകടമാണ്. അപ്പൊ പ്രമേയം പാസ്സാക്കി ജില്ലാ കമ്മിറ്റി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാട് നമ്മൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഞങ്ങളുടെ ഒരു വനിതാ നേതാവ് അഡ്വക്കേറ്റ് ഫേസ്ബുക്കില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് നമ്മുടെ തീരുമാനത്തെ വിരുദ്ധമാണ്. അത് നമ്മുടെ തീരുമാനം നമ്മുടെ കമ്മിറ്റിയിലാണ്, ഇതെന്റെ വ്യക്തിപരമാണെന്ന് പറഞ്ഞു. അത് ഞാൻ തർക്കമായിട്ട് ഉന്നയിച്ചു. എന്നെ കുറെ അതിനുള്ള ചർച്ചകളൊക്കെ ഉണ്ടായി. ഞാൻ സംഘടനയ്ക്ക് വിരുദ്ധ പ്രവർത്തനം നടത്തുന്നു. കോവിഡ് കാലമാണ്, ഒരു യോഗ ചർച്ചയില്ലാണ്ട് എന്നെ പുറത്താക്കി. 3 കൊല്ലത്തേക്ക് മദ്യ നിരോധന സമിതിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് എന്നെ പുറത്താക്കി. അപ്പോഴേക്കും ആ സംഘടന പിളർന്നു കഴിഞ്ഞിട്ടായിരുന്നു. കോഴിക്കോടുള്ള ഒരു നേതാവിന്റെ നേതൃത്വത്തില് ഒരു മദ്യ നിരോധന സമിതി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, മാഷെ എന്നെ ഇതിന് പുറത്താക്കി. ഞാൻ ഇത്രയും കാലം മദ്യ നിരോധന പ്രവർത്തകനാണ്. എനിക്കിനി മദ്യ നിരോധന പ്രവർത്തനം അല്ല എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. അപ്പൊ എനിക്ക് എവിടെയെങ്കിലും പ്രവർത്തിച്ചാൽ മതി. അവര് ജോസഫ് പടങ്ങൾ പോരെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. ഭയങ്കര പ്രവർത്തനത്തിന് ഞാൻ ജനറൽ സെക്രട്ടറി ആയി. കുറെ കഴിഞ്ഞപ്പോ തൃശ്ശൂരിൽ വെച്ച് 45ാം സമ്മേളനം നടന്നത്. അതിന് ചരിത്രത്തിൽ ഇല്ലാത്തത്ര വലിയ സംഭവം നടത്തി. സ്വാഭാവികമായിട്ട് എതിർപ്പുകളും കുശുമ്പുകളും കുന്നായ്മകളും വന്നു. പ്രസിഡന്റ് എന്നെ സഹായിക്കുന്നതിന് പകരം അവരുടെ കൂടെ നിന്നു. ഇതേപോലെ തന്നെ എന്നെ ഒരു ദിവസം കുറെ വർത്തമാനങ്ങൾ ഉണ്ടായിട്ട് എന്നെ ഇന്ന് പുറത്താക്കി. ഈ രണ്ടും പുറത്തായപ്പോ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് വിരോധിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകണം. എല്ലാവരും ഫുൾ സപ്പോർട്ട്. ജോസ് പേട്ടൻ ഞങ്ങളൊക്കെ ഉണ്ട്. അത് കറക്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. ഇതിപ്പോ വന്നിട്ട് 7 കൊല്ലൊക്കെ ആയിട്ടല്ല, 7 മാസമൊക്കെ ആയിട്ടുള്ളൂ. 7 മാസം കൊണ്ട് ഞങ്ങള് ഒരു 14 കൊല്ലം മറ്റു സംഘടനകളിൽ പ്രവർത്തിച്ച അത്ര പ്രവർത്തനം ഞങ്ങൾ നടത്തി. സംഘടനയിൽ ഒരു ഭാരവാഹിത്വം ജനറൽ സെക്രട്ടറി സ്ത്രീ. അതെ, ആള് ഇപ്പൊ വന്ന ആൾക്കൊക്കെ മദ്യം നിരോധനം ഇങ്ങനെ ഇതിൽ വന്നപ്പോഴേ അറിയുള്ളൂ. പക്ഷെ ഭയങ്കര സ്ട്രോങ്, എന്റെ ജീവനാണ്. എനിക്കിപ്പോ എന്തൊരു ആശ്വാസമാണെന്നറിയാം. എല്ലാ പ്രവർത്തനം സജീവമായിട്ട് ചെയ്യുന്നു. ആൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ സ്ത്രീകളാണ് വല്ലാണ്ട് മക്കട്ട് കയറിലേക്ക് ഉണ്ടാവും. സാധാരണ ഒരു സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ സ്ഥാനം എത്ര അങ്ങനെ പറയും. ആളതൊക്കെ നോക്കി കണ്ടൊക്കെ സമയമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അതിലാണ് മിടുക്ക്. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് വല്ലാണ്ട് തല കയറുവാറില്ല. ചിലപ്പോ അങ്ങനെ ഉണ്ടല്ലോ, ചില കാര്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് ആളെന്ത് വലിയ ആളെന്ന് തോന്നുന്നു. ജോസഫോടെ ഇങ്ങോട്ട് പറയുന്നൊക്കെ പറയും ചിലപ്പോ. ആളെ ആ റെസ്പെക്ട് തന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കും. അതുകൊണ്ട് എനിക്ക് വലിയൊരു സന്തോഷമാണ്. നന്നായി പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് ഇതിന്റെ വിജയത്തിന്റെ ഒരു രഹസ്യം. വളരെ വളരെ നന്ദി. നമ്മളും പ്രവർത്തനം എന്നാലും ആശയപരമായിട്ട് കുറെ കാര്യങ്ങൾ എനിക്ക് പറയുന്നുണ്ട്. പക്ഷെ അതിനെ പറ്റി സമയമല്ലല്ലോ. പിന്നെ കുറെ ദീർഘായുസ് ഓക്കെ, താങ്ക് യു. കാരണം നമുക്ക് ഇങ്ങനെ ഒരു ആൾക്കാരുണ്ടാവണം. അതിന് വേണ്ടിയിട്ട് അല്ലാണ്ട് ഒരാൾ നയിക്കാനുള്ള പിന്നിലെ 100% ശരിയാ. നല്ല നേതാവില്ലേ നമുക്ക്. ലഹരിക്കും മദ്യത്തിനുമെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന മദ്യവിമോചന മഹാസഖ്യം സംസ്ഥാന പ്രസിഡന്റ് E.A. ജോസഫ് സാറിനോടൊപ്പം സഖ്യത്തിൽ പങ്കുചേർന്ന് ഇന്നത്തെ തലമുറയെ ലഹരിയിൽ നിന്നും നമുക്ക് മോചിതരാക്കാം. അംഗത്വം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിലും നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ അടുത്ത ദിവസം എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി.